ഉമ്മ എന്നോട് ക്ഷമിക്കണം, ക്ഷമിച്ചു മകനെ എന്ന് ഉമ്മയും. തൊട്ടു പിന്നാലെ തൻ്റെ കഴുത്തിൽ കിടന്ന ഷോൾ മുറുക്കി മകൻ്റെ ആക്രമണം. കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയടിച്ചു. ബോധം നഷ്ടമായി. പിന്നീട് ബോധം വന്നപ്പോൾ കണ്ട കാഴ്ച പോലീസുകാർ ജനൽ തകർക്കുന്നതാണ്. മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഷെമീനയുടെ പുതിയ വെളിപ്പെടുത്തലാണിത്. യാഥാർത്ഥ്യത്തിലേക്ക് ആ ഉമ്മ മടങ്ങി വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയും കാലം ആ അമ്മ ആയിരുന്ന ഒരു മാനസികാവസ്ഥ, അവർ കടന്നുപോയ ആ ഒരു ഭീകരമായ നിമിഷങ്ങൾ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. മകൻ ആ തെറ്റ് ചെയ്തുവെന്ന് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ സാധിക്കാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ ഉമ്മ. പക്ഷെ ഇപ്പോൾ പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും അവർ വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം അഫാനെതിരെ, അതായത് ഈ കൊലപാതകങ്ങൾ നടന്നിട്ട് ഇത്രയും ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഷെമീന അഫാനെതിരെ മൊഴി നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ ഒരു മൊഴി നൽകുന്നതിന് തൊട്ട് മുന്നേ വരെ മകൻ ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ മുറിവ് കട്ടിലിൽ നിന്ന് വീണാണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വാദത്തിൽ ഉറച്ചു നിന്ന ഷെമീന കഴിഞ്ഞ ദിവസം സത്യങ്ങൾ പോലീസിനോട് പറയുകയുണ്ടായി. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. വഴുവഴുപ്പിൽ ചവിട്ടി വീഴുന്ന പോലെയാണ് തനിക്ക് തോന്നിയത്, അതായത് മകൻ ആക്രമിച്ചപ്പോൾ തനിക്ക് തോന്നിയത് അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ആ ഉമ്മ പറയുന്നത്. ബോധം വന്നപ്പോൾ ഉമ്മ കാണുന്നത് പോലീസുകാർ ജനൽ തകർക്കുന്ന കാഴ്ചയാണ്. അർത്ഥബോധാവസ്ഥയിൽ നിന്നും ഷെമി യാഥാർത്ഥ്യത്തിലേക്കും ബോധാവസ്ഥയിലേക്കും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഷെമിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഷെമി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട്, അതായത് അഫ്സാനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമീന മൊഴി നൽകിയിട്ടുണ്ട്. അഫാനും ഈ മൊഴി നേരത്തെ പറഞ്ഞതാണ്. ഇത്രയധികം കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, അതുകൊണ്ട് കൂട്ട ആത്മഹത്യ എന്നൊരു പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാവരെയും കൊലപ്പെടുത്താം എന്ന പദ്ധതിയിലേക്ക് അഫാൻ എത്തിയത് എന്ന് അഫാനും നേരത്തെ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയെ ഏതാണ്ട് ശരിവയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഷെമി നടത്തിയിരിക്കുന്നത്. മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യുക എന്നൊരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കേസ് വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഷെമീന ഇത്തരത്തിലൊരു മൊഴി അഫാനെതിരെ നൽകുന്നതെന്നതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായി മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഷെമീനയുടെ, ഇപ്പോൾ അഫാൻ വെളിപ്പെടുത്തിയതിൽ നിന്ന് വിരുദ്ധമായി ഷെമീന ഒരു മൊഴി പറയുന്നു. അപ്പോൾ അത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ എന്തായാലും ഷെമീനയുടെ ഈ നിലപാട് മാറ്റം, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സെഡേഷൻ ആ ഒരു അവസ്ഥയിലായിരുന്നു ഷെമീന. തീർച്ചയായിട്ടും ഒരുപാട് ചികിത്സ, അതുപോലെ തന്നെ മരുന്നുകൾ, അപ്പോൾ അതൊക്കെ നൽകിയ ഒരു ഭാരമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്തായാലും പതുക്കെ പതുക്കെ ഷെമീന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. മാത്രമല്ല, ഷെമീനയുടെ ഒരു വിശദമായ മൊഴി എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ചികിത്സയിൽ തുടരുകയാണ്, എപ്പോഴും കിടപ്പിലാണ്. അപ്പോൾ ഈ ഒരു തലയിൽ ഏറ്റ ആ ഒരു മുറിവുകളൊക്കെ അതൊക്കെ ഇനിയും ഭേദമാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു മൊഴിയെടുക്കൽ പോലീസിന് സാധ്യമാകാത്ത സാഹചര്യമാണ്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത വരും. അത് ഷെമീനയുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ ഭേദമായതിനു ശേഷം മാത്രമേ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഷെമീന കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, അഫാനെതിരെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. കിളിമാനൂർ SHOയ്ക്ക് മുന്നിലാണ് ഷെമീന മൊഴി നൽകിയിരിക്കുന്നത്. ഭർത്താവ് അറിയാതെ, അതായത് അബ്ദുൾ റഹീം അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ടെന്നും ഷെമീന മൊഴി നൽകി. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമെന്നായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിച്ചില്ല എന്നാണ് ഷെമീന മൊഴി നൽകിയത്. അതുകൊണ്ടാണ് തന്നെ ആക്രമിച്ചത്. പിന്നിൽ നിന്നും വന്ന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കൂട്ട ആത്മഹത്യയായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെങ്കിലും എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന അഫാന്റെ ചിന്തയാണ് കൊലപാതകങ്ങളിലേക്ക് എത്തിയത്. ചുറ്റിക ഉപയോഗിച്ചാണ് പ്രതി എല്ലാവരെയും കൊലപ്പെടുത്തിയത്. എന്നാൽ ചുറ്റിക വാങ്ങുന്നതിന് മുമ്പ് പെറ്റമ്മയായ ഷെമിയെ കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ പദ്ധതി. അതിനായി അഫാൻ തിരഞ്ഞെടുത്തത് ഉമ്മയുടെ കഴുത്തിലെ ഷോൾ തന്നെയായിരുന്നു. സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയെയാണ്. രാവിലെ 11 മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ബോധരഹിതയായപ്പോൾ മരിച്ചെന്ന് കരുതി അവരെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ആയുധം സംഘടിപ്പിക്കാനായിരുന്നു പിന്നീട് ശ്രമിച്ചത്. അതിനായി വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ
ധനകാര്യ സ്ഥാപനത്തിലെത്തി 1500 രൂപ കടം വാങ്ങി. തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി ഭാരം കൂടിയ ഒരു ചുറ്റിക വാങ്ങി. തുടർന്ന് മറ്റ് കടകളിൽ പോയി ബാഗും എലിവിഷവും വാങ്ങി. ഇതെല്ലാമായി വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ തല ഉയർത്തി തന്നെ നോക്കുന്നത് അഫാൻ കാണുന്നത്. ഉടൻ ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്കടിച്ചു. മരിച്ചെന്ന ധാരണയിൽ വീടിന് പുറത്തേക്ക് പോയി. പിന്നീട് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇതേ ചുറ്റിക ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തി. ശേഷം മുത്തശ്ശിയുടെ സ്വർണ്ണമാല കൈക്കലാക്കി വെഞ്ഞാറമൂട്ടിലെത്തി. ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിലടിച്ച് ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെ കൂട്ടക്കൊല നടത്താനുള്ള തന്ത്രം ഇന്റർനെറ്റിൽ നിന്നാണോ പ്രതി അഫാൻ വശമാക്കിയതെന്ന സംശയമടക്കം പോലീസിനുണ്ടായിരുന്നു. അഫാന്റെ ഫോണ്, ടാബ് എന്നിവയിലെ ഡേറ്റ വീണ്ടെടുക്കുമ്പോൾ ഇതേക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടുണ്ടോ എന്നതടക്കം വ്യക്തത വന്നേക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അഫാനിൽ നിന്ന് പാസ്വേഡ് ശേഖരിച്ച് ഫോണിലെയും ടാബിലെയും വിവരങ്ങൾ വീണ്ടെടുക്കാനായിരുന്നു തീരുമാനം. എന്തായാലും അതിക്രൂര കൊലപാതകങ്ങളാണ് അഫാൻ എന്ന 23-കാരൻ ചെയ്തു കൂട്ടിയത്. എന്തായാലും അതിൽ നിന്നും ആകെ അവശേഷിച്ചത് ഉമ്മ മാത്രമാണ്. ഉമ്മയ്ക്ക് മാത്രമേ ആ നിർണായകമായ ആ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അതായത് എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ആക്രമണത്തിലേക്ക് അഫാനെ തിരിച്ചത്, ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളായിരുന്നു. ഉമ്മ മാത്രമാണ് ഈ ഒരു ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ആക്രമണങ്ങളിൽ നിന്നും ഉമ്മ തിരിച്ചു വന്നത്, അതായത് ജീവനോട് ബാക്കിയായതും തീർച്ചയായിട്ടും ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. തീർച്ചയായിട്ടും ആ ഒരു റൂട്ടിലേക്ക്, അതായത് സത്യങ്ങൾ പറയുക എന്നൊരു റൂട്ടിലേക്ക് ഷെമി എന്ന മാതാവ് എത്തിയിരിക്കുന്നു. എന്തായാലും മുംബൈയിൽ നിന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, ഇത്രയും ലക്ഷത്തിന്റെ കടം വരാൻ വേണ്ടി മാത്രം എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അബ്ദുൾ റഹീമിൽ നിന്ന് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നതും ഒരു ചോദ്യമാണ്. അതിനൊക്കെ ഉത്തരം നൽകാൻ ഈ മാതാവ് ഷെമീനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം അഫാനുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. വെഞ്ഞാറമൂട് പോലീസാണ് ഇപ്പോൾ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. അതായത് ഫർസാനെയും അതുപോലെ തന്നെ അഫ്സാനെയും ഷെമിയെയും ആക്രമിച്ച കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. നേരത്തെ ഈ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു, തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാത്രമല്ല ചുറ്റിക വാങ്ങിയ കട, എലിവിഷം വാങ്ങിയ കട, അതുപോലെ തന്നെ ബാഗ് വാങ്ങിയ കട എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങൾ ഇനി ഷെമിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇനിയും ഷെമി നടത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.